ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടത്തിൻ്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. വോട്ടെടുപ്പ് മറ്റന്നാൾ. 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും 102 സീറ്റുകളിലേക്കാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടത്തിൻ്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. നാളെ നിശബ്ദ പ്രചാരണത്തിന് ശേഷം മറ്റന്നാളാണ് വോട്ടെടുപ്പ്. 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 സീറ്റുകളിലേക്ക് ആദ്യഘട്ട വോട്ടെടുപ്പ് മറ്റന്നാൾ നടക്കും. തമിഴ്നാട്ടിലെ മുഴുവൻ സീറ്റിലും 19-നാണ് തെരഞ്ഞെടുപ്പ്. കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും വോട്ടെടുപ്പ് മറ്റന്നാളാണ്. അരുണാചൽ പ്രദേശ്, ആസാം, ബീഹാർ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, രാജസ്ഥാൻ, സിക്കിം, തമിഴ്നാട്, ത്രിപുര, UP, ഉത്തരാഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളും ആൻഡമാൻ നിക്കോബാർ, ജമ്മു കാശ്മീർ, ലക്ഷദ്വീപ്, പുതുച്ചേരി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് 19-ന് പോളിംഗ് നടക്കുക. നിരവധി പ്രമുഖരും ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നു. കമൽനാഥിൻ്റെ മകൻ നകുൽനാഥ്, തമിഴ്നാട് BJP അധ്യക്ഷൻ അണ്ണാമലൈ, മുൻ ഗവർണർ തമിഴിസൈ സൗന്ദരരാജൻ, കനിമൊഴി, ജിതിൻ പ്രസാദ് എന്നീ പ്രമുഖരാണ് മാറ്റുരയ്ക്കുന്നത്. CMRL ED ഇടപെടൽ പ്രതിരോധിക്കാൻ കേരള ഹൈക്കോടതിയിലും ഡൽഹി ഹൈക്കോടതിയിലും ഹർജി നൽകുന്നു. കേരള ഹൈക്കോടതി SFIO അന്വേഷണത്തിനെതിരെയും കർണാടക ഹൈക്കോടതിയിലും ഹർജി കൊടുപ്പിച്ച് ഫലമുണ്ടായില്ല. അന്ന് KSIDCയെ കൊണ്ട് ലക്ഷങ്ങൾ ചെലവഴിപ്പിച്ച് കേരള ഹൈക്കോടതിയിൽ പോയി. കർണാടകയിലും എക്സാലോജിക്ക് ഹർജി നൽകി. എന്നിട്ടും ഫലമുണ്ടായില്ല. അന്വേഷണത്തെ എന്തിനു ഭയക്കുന്നു? അന്വേഷണം നടക്കട്ടെ എന്ന് കോടതി പറഞ്ഞു. ഇപ്പോൾ നടക്കുന്ന ED അന്വേഷണം നടന്നാൽ കൂടുതൽ അപകടം മണത്തറിഞ്ഞാണ് സുഖമില്ല എന്ന് പറഞ്ഞ് EDക്ക് മുൻപിൽ ഹാജരാകാൻ പറ്റാത്ത ശശിധരൻ കർത്ത ഡൽഹിയിലെത്തുന്നത്. ചെയ്തു കൊടുത്ത ഉപകാരത്തിന് പ്രത്യുപകാരമായി ഡൽഹി ഹൈക്കോടതിയിൽ എത്തിയത്. മാത്രമല്ല CMRL ഉദ്യോഗസ്ഥരെ കൊണ്ടും കേരള ഹൈക്കോടതിയിൽ കേസ് കൊടുപ്പിച്ചിരിക്കുകയാണ്. ഇതിന് പിന്നിൽ ആരാണെന്ന് പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ടാണ് മാസപ്പടിയുമായി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇങ്ങനെ പ്രതികരിച്ചത് എന്നും ജനങ്ങൾ കണ്ടതാണ്. സത്യം എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും പുറത്തു വരും. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, മടിയിൽ കനമില്ല, ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്, തുറന്ന പുസ്തകമാണ് എന്നൊക്കെ ഇത്തരക്കാർ തട്ടിവിടുന്നുണ്ടെന്ന് പൊതുജനങ്ങൾക്ക് നല്ലപോലെ അറിയും എന്നു തന്നെയാണ് ജനങ്ങളും വിശ്വസിക്കുന്നത്. വടകര സൈബർ ആക്രമണം സ്ഥാനാർത്ഥി ശൈലജയും പാർട്ടിയും വിവാദമാക്കുന്നു, ചാനലുകളും കൊണ്ടുപിടിക്കുന്നു. വടകരയിലെ ഇടതു സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചു വരുന്നത്. വളരെ മോശമായ സൈബർ ആക്രമണം നടത്തുന്നതായി പരാതിപ്പെടുന്നു. അപ്പോഴും UDFന്റെ ഭാഗത്തുനിന്ന് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും KK രമ MLAയും ഞങ്ങൾക്ക് അതിൽ പങ്കില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. ആഭ്യന്തര വകുപ്പും ഇത് കണ്ടുപിടിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും കേരള സർക്കാരിലുണ്ട്. പിന്നെ എന്തിനാണ് കണ്ടുപിടിച്ചാൽ പോരെ എന്നാണ് ധൈര്യസമേതം അവർ ചോദിക്കുന്നത്. ജനങ്ങൾ അത് തന്നെ വിശ്വസിക്കുന്നു. അതിന് കാരണം സൈബർ ആക്രമണം തുടങ്ങി വെച്ചത് ഏതു ഭാഗത്തു നിന്നാണെന്ന് കേരളത്തിലെ എല്ലാവർക്കും നല്ലപോലെ അറിയും. 12 കൊല്ലമായി KK രമയെ അസംബ്ലിയിൽ പോലും വിധവ എന്നും സൈബർ ആക്രമണവും കൊണ്ട് നേരിടുകയാണ്. അവർ അത് അനുഭവിച്ചു വരികയാണ്. ഉമാ തോമസ് മത്സരിക്കുമ്പോഴും ആരാണ് സൈബർ ആക്രമണങ്ങൾ നടത്തിയതെന്ന് ജനങ്ങൾക്ക് അറിയും. ഇതിൻ്റെ എല്ലാം സൃഷ്ടാക്കൾ ആരാണെന്നും ജനങ്ങൾക്ക് നല്ലപോലെ അറിയാം. പാനൂർ ബോംബ് സ്ഫോടനവും പൂക്കോട്ട് സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ചുവിടാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമായി പലതും നേരിടേണ്ടി വരുമെന്ന് നല്ലപോലെ അറിയാമെന്ന് വടകരയിലെ UDF പ്രവർത്തകർ പറയുന്നു. ജനങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു. ചെറിയ ശതമാനം പേർ മാത്രമാണ് ചാഞ്ചാട്ടത്തിൽ. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് രേഖപ്പെടുത്തണമെന്ന് ജനങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു. ഒരു ചെറിയ ശതമാനം പേരാണ് തീരുമാനം എടുക്കാൻ കഴിയാതെ ചാഞ്ചാട്ടത്തിൽ കഴിയുന്ന. അവരാണ് പല മണ്ഡലങ്ങളിലെയും വിധി നിർണ്ണയിക്കുക. വലിയ കട്ടൗട്ടുകൾ വെച്ചിട്ടും ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിട്ടും റോഡ് ഷോ നടത്തിയിട്ടും പണം ചെലവാക്കുന്നത് പാഴ്വേലയാണ്. ഇതെല്ലാം കണ്ട് ജനങ്ങൾ ഇളകുന്ന കാലം വേറെ. കമ്പ്യൂട്ടർ ചാനലുകളും സോഷ്യൽ മീഡിയകളുടെ കാലമാണ് ഇപ്പോൾ. ഷോ കാണിക്കാൻ ആളുകൾ ഉണ്ടെങ്കിലും അതൊന്നും വോട്ടാക്കി മാറ്റാൻ കഴിയില്ല. തൊഴിലാളി പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം സ്വപ്നം കണ്ട് ജനങ്ങൾ നിരാശരായി. തികച്ചും ജനവിരുദ്ധ ഭരണമാണ് കമ്മ്യൂണിസ്റ്റുകാരടക്കം പറയുന്നത്. വികസനത്തിൻ്റെ പേരിൽ ജനങ്ങളെ വെല്ലുവിളിച്ച് പാവപ്പെട്ട ജനങ്ങളുടെ മഞ്ഞക്കുറ്റി വെച്ച് വേട്ടയാടി ദ്രോഹിച്ചുവെന്നും ജനങ്ങൾ മറന്നു കാണില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു.
മണ്ഡലങ്ങൾ വോട്ട് തേടി വരുന്ന സ്ഥാനാർത്ഥികൾ ജയിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ ഉറപ്പൊന്നും പാലിക്കാറില്ല. ഒരു കാലത്ത് ഇത് അനുഭവിച്ച മടുത്ത ജനങ്ങളാണ് പറയുന്നത്. ഇവരെല്ലാം പൊട്ടിത്തെറിക്കുന്ന കാലം വിദൂരമല്ല എന്ന് വിശ്വസിക്കുന്നവരും നാട്ടിലുണ്ട്. ജനസേവനം അപ്രത്യക്ഷമായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ആർഭാട ജീവിതം മാത്രമാണ് ഇവരുടെ ലക്ഷ്യമെന്നും ഗതികെട്ടാണ് ശ്രീലങ്കൻ ജനങ്ങൾ കയറി പെരുമാറിയതെന്ന് ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു.